പ്രിയപ്പെട്ട നഈം ഫൈലി ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് കേവലം 40 ദിവസം തികയുന്നതിൻ്റെ മുമ്പ് തന്നെ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ജുനൈദ് ഫൈലി ഉസ്താദും ഈ ലോകത്തിൽ നിന്ന് വിട പറയാണ്. അവരുടെ മാതാപിതാക്കളൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ റബ്ബേ, പൊന്നുമക്കൾ വിട പറഞ്ഞ, അതായത് ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ ജീവിതത്തിൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ആ സമയത്താണ് പടച്ചറബ് വിളിച്ചു കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ജുനൈദ് ഫൈലി ഉസ്താദിൻ്റെ കല്യാണവും നിശ്ചയിച്ചതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്കൊക്കെ ഇവരുടെ ജീവിതവും ഇവരുടെ മരണമൊക്കെ നമുക്കും പാഠങ്ങളാണ്. ഏത് സമയത്തും റബ്ബിൻ്റെ വിളിക്കുത്തരം നമ്മൾ നൽകേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം എപ്പോഴും നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണേ എന്ന് ജുനൈദ് ഫൈലി ഉസ്താദും നഈം ഉസ്താദും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നഈം ഫൈലിയോടൊപ്പം ജുനൈദ് ഫൈലിയും അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിപ്പായിരുന്നു. ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരുന്ന വളരെ സന്തോഷകരമായ ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. നഈം ഫൈലി ഉസ്താദിൻ്റെ മരണ വാർത്ത പോലും ജുനൈദ് ഉസ്താദിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും അവസാനിപ്പിച്ചുകൊണ്ട് അവർ ജന്നാത്തിലേക്ക് മടങ്ങുമ്പോൾ ജീവിതത്തിൽ അവരൊരുമിച്ചിരുന്നത് പോലെ മരണത്തിലും അവരൊരുമിക്കുകയാണ്. പടച്ച റബ്ബ് സ്വർഗത്തിൽ അള്ളാഹു ഉന്നത സ്ഥാനം ഇരുവർക്കും നൽകുമാറാകട്ടെ. നമുക്കൊരു ഫാത്തിഹ അവർക്ക് വേണ്ടി ഓതാം. എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണേ എന്നപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.